നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിക്കുന്നു, ഒരു സഹാബി വന്ന് ചോദിക്കുന്നു, നബിയെ, നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താ? നരകത്തിന്റെ നാരകീയമായ അദാബിന്റെ ഏറ്റവും ചെറിയ രൂപം, ചെറിയ ശിക്ഷ അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനോട് പറഞ്ഞു കൊടുത്തു, നരകത്തിന്റെ കനൽക്കട്ടകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട രണ്ട് ചെരുപ്പുകൾ നരകത്തിന് അവകാശപ്പെട്ട ഒരു മനുഷ്യന്റെ കാലിലേക്ക് അണിയിക്കപ്പെടുകയാണ്. ഏറ്റവും ചെറിയ ശിക്ഷയായി പറയുന്നത്, നരകത്തിന് അർഹതപ്പെട്ട മനുഷ്യന്റെ രണ്ട് കാലുകളിലേക്ക് നരകത്തിന്റെ കനൽക്കട്ടകളായ, തീക്കട്ടകളായ കനലുകളെ കൊണ്ട്, കട്ടകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട രണ്ട് ചെരുപ്പുകൾ കൊണ്ടുവന്ന് അണിയിക്കുകയാണ്. ആ രണ്ട് ചെരുപ്പിന്റെ ഗാംഭീര്യത കൊണ്ട്, അതിന്റെ വീര്യം കൊണ്ട്, അതിന്റെ ശക്തി കൊണ്ട് ആ ചെരുപ്പ് ധരിച്ച മനുഷ്യന്റെ തലച്ചോറ് പോലും തിളച്ചു മറിഞ്ഞ് പുറത്തേക്ക് വരും. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉരുകി ഒലിച്ചു പോകും. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇതാണ് നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിന്റെ രണ്ടാമത്തെ കവാടത്തിലൂടെ കടന്നുപോകുന്ന സാമ്പത്തിക സൂക്ഷ്മത പാലിക്കാത്ത സഹോദരങ്ങളെ കുറിച്ചാണ് നാം ഇന്നലെ ചർച്ച ചെയ്ത് നിർത്തിയത്. മൂന്നാമത്തെ നരകം, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്വലിഉ അലൽ അഫ്ഇദാ ഇന്നഹാ അലൈഹിം മുഅ്സദാ ഫീ അമദിൻ മുമദ്ദദാ. നരകത്തിന്റെ മൂന്നാമത്തെ കവാടത്തിന്റെ പേര് ഹുതമ എന്നാണ്. ഹുതമ ആരാണ് ഹുതമയിൽ കടന്നു പോകുന്നതെന്ന് പറയുന്നതിന് മുമ്പ് കരുണക്കടലാര പടച്ചുറമ്പുരാൻ ആ ഹുതമയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നു, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. ഹുതമ എന്ന് പറയുന്ന നരകത്തിലേക്ക്, ഹുതമ എന്ന് പറയുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചഴക്കപ്പെടും, വലിച്ചെറിയപ്പെടും, അതിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. തങ്ങളെ വമാ അദ്റാക മൽ ഹുതമ. നരകത്തിന്റെ മൂന്നാമത്തെ കവാടമായ ഹുതമ അത് എന്താണെന്ന് നബിയെ അവിടത്തേക്ക് അറിയുമോ? ഹുതമ എന്തൊരു നരകമാ, അതിലെരിയുമേ കഥ കഴിയുമേ, എരിയും രസതത് വീണ്ടും കൂടിടും, മുറിഞ്ഞിടാതമൽ ചെയ്യണേ, അറിയണേ നരനരകമിൻ്റെ ഇടറകളെയും തുറക്കുമേ, കടക്കുമേ അതിലെരിയുമേ നിങ്ങൾ ഔവലതിൽ ജഹന്നമേ. നബിയേ, നരകത്തിന്റെ മൂന്നാമത്തെ കവാടമാകുന്ന ഹുതമയുണ്ടല്ലോ, ആ ഹുതമ എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ആ ഹുതമയ്ക്ക് തീ കൊളുത്തിയതിനു ശേഷം ആ തീയിൽ ഒരൽപ്പം പോലും അണഞ്ഞിട്ടില്ല നബിയേ. ആ തീയിൽ നിന്ന് ഒരൽപ്പം പോലും കുറഞ്ഞിട്ടില്ല. ആളി പടർന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ, പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നതല്ലാതെ ഹുതമ എന്ന് പറയുന്ന നരകത്തിന്റെ മൂന്നാമത്തെ കവാടമുണ്ടല്ലോ, ആ കവാടത്തിൽ നിന്നൊരൽപ്പം പോലും ചോർന്നു പോയിട്ടില്ല നബിയേ.